ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഫോക്കസ് കംപ്ലീറ്റ് പാവങ്ങളിലേക്കാവണം. ഡിന്നർ ലണ്ടനിലോ പാരീസിലോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അവൻ പാവപ്പെട്ടവനാണ്, അവൻ്റെ തലവരെയാണ് ഇതെന്ന് പറയുന്നത് ശരിയല്ല. സമൂഹത്തിന്, ഗവൺമെൻറ്റിന് പാവങ്ങളെ സഹായിക്കാൻ ബാധ്യതയുണ്ട്. നമുക്കിത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് പ്രവർത്തിക്കാൻ, ഇപ്പം എയർപോർട്ട് എന്നുള്ളൊരു ആശയം എനിക്ക് തോന്നാനും അത് പ്രാവർത്തികമാക്കാനായിട്ടൊരു ഒരു ഒരു ലക്കുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകണം. ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. അതായത് എറണാകുളത്തുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഞാൻ കല്ലൂർ സെൻറ്റ് ആൻ്റണിയുടെ നൊവേന കൂടുന്ന ആൾ. ഈ ഏതാണ്ട് 32 വർഷമായിട്ട് ഒരു ചൊവ്വാഴ്ച ഞാൻ നൊവേന ചെല്ലാതെ പോയിട്ടില്ല. ഞാൻ ലോകത്തിലെവിടെയാണെങ്കിലും ഞാൻ നൊവേന ചെല്ലും. ഇങ്ങനെ പ്രത്യേക ഭക്തി വരാനുള്ള എന്താ? അതായത് എനിക്ക് തോന്നുന്നു, ഞാൻ 1981 എൻ്റെ ബ്രദറ് ജോസഫ് തോമസ് എന്ന് പറയുന്ന DGP ആയിട്ട്, ആളുടെ വൈഫ് ചേട്ടത്തി, അവർ കല്ലൂര താമസിച്ചത്. ഞാനിങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന സമയമായിരുന്നു. അന്നേരം ചേട്ടത്തി പറഞ്ഞു, ദേ അവിടെ പോയി നൊവേന കൂടിയാൽ ജോലി കിട്ടും, ചിലപ്പോൾ IAS ഒക്കെ കിട്ടിയെന്ന് പറയും. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ ഈ 32 വർഷമായിട്ട് ഇതുവരെ ഞാൻ ഒരു ചൊവ്വാഴ്ചയും ഈ നൊവേന ചെല്ലാതെ കിടന്നിട്ടില്ല. ഇതുവരെ ഒരു ദിവസം. ോടുള്ള വണക്കം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഒരു തനിമയും പാരമ്പര്യമാണ്. തീർച്ചയായിട്ടും ആ സഭയുടെ ആ ഒരു പാരമ്പര്യം സാർ കാത്തു സൂക്ഷിക്കുന്നത് വലിയ കാര്യം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്കൊന്ന് വൈഫിനും എനിക്കും ഞങ്ങൾക്ക് പോകാനായിട്ട്. ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലത്തും പോയ ഒരു വ്യക്തിയാണ്. ലൂർദിൽ, ഫാറ്റിമയിൽ, ഗുഡോലുപ്പിൽ, പിന്നെ മറ്റേ മാതാവ് അവസാന മജൂറിൽ, പിന്നെ മാതാവ് അവസാന നാളുകളിൽ ജീവിച്ചിരുന്നു പറയുന്ന ടർക്കിയിലെ ഇസ്താംബൂളിനടുത്ത് ഇസ്മീർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇഫോസിയസിൻ്റെ അടുത്താണ് ഇസ്മീർ എന്നത്. ഞാൻ അവിടെ എനിക്കൊരു ഭയങ്കര ലക്കാണ്. അത് നമ്മൾ പറഞ്ഞാൽ അത്ഭുതമായി പോവും. അവിടെ പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാൾ ടിക്കറ്റ് കൊണ്ടു തരിക, അത്രയും ഒരു എനിക്ക് വലിയൊരു ലക്കുള്ളവരാണ്. മെക്സിക്കോയിലും ഈ ഗുഡലുപ്പയിലും ഞാൻ ഫാറ്റിമയിലൊക്കെ എനിക്കൊന്ന് ഫാറ്റിമ 2 പ്രാവശ്യം, എനിക്ക് ലൂർദിൽ 4 പ്രാവശ്യം പോയിട്ടുള്ള. എനിക്കൊന്ന് പിതാക്കന്മാർ പോലും പോകാൻ ഭാഗ്യമില്ലാത്തൊരു ഒരു ലക്ക് എനിക്കുണ്ടായിട്ടുണ്ട്, ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ഫെയ്ത്തിനോട് അറ്റാച്ച്മെൻറ്റ് വരും. അതെ. അന്നേരം നമുക്ക് മാതാവിനോടും സെൻ്റ് ആൻ്റണിയോടും നമുക്കൊരു പ്രത്യേക ഭക്തിയും കൂടുകയും ചെയ്യും. ഇപ്പം ഞാനൊക്കെ വെച്ചാൽ രാവിലെ ഒരു ദിവസം തുടങ്ങുന്ന പരിസ്ഥിതിയെ ചെല്ലിയാണ്. അന്നേരം നമുക്കൊരിക്കലും നമുക്ക് ആ ഒരു വിശ്വാസം കൂടുതലുണ്ടാകും അതിൻ്റെ അകത്ത്. നമുക്കതിനെ ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാലേ പേരൻസിലേക്ക് ഒന്ന് പോയാൽ സാറിൻ്റെ മാതാപിതാക്കൾ, അവരിൽ നിന്നായിരിക്കുമല്ലോ ഈ വിശ്വാസം പകർന്നു കിട്ടിയത്. ആ ഒരു ഫോർമേഷൻ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനൊരു ലാർജ് ഫാമിലി, ഞങ്ങൾ 9 പേരായിരുന്നു. 6 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും. ഞാൻ ആണുങ്ങളുടെ ഏറ്റവും ഇളയ ആളായിരുന്നു. പക്ഷേ അമ്മ എന്നും നിർബന്ധിക്കുന്നൊരു കാര്യമായിരുന്നു. ഞാനൊക്കെ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാണ്. പക്ഷേ ചേട്ടന്മാരാണെങ്കിൽ എല്ലാവരും രാവിലെ പള്ളിയിൽ പോകണം. അത് മഴയാണെങ്കിലും കാര്യമില്ല, എന്താണെങ്കിലും അമ്മ വിളിച്ച് എണീറ്റ്. ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് പള്ളി. ഞാൻ ഇടമറ്റം എന്ന് പറയും, പാലായിക്ക് അടുത്തായിട്ട്. ഒരു അമ്മ അത് നിർബന്ധമായിട്ടും വിളിച്ചെണീപ്പിച്ച് വിടും. ആദ്യമൊക്കെ നമുക്ക് ഇറിറ്റേഷനാണ്. ഞാൻ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചൊരു വ്യക്തിയാണ്. 5 വയസ്സുള്ളപ്പോൾ ഞാൻ ബോർഡിങ്ങിൽ പോയതാണ്. ആകെ അവധിക്ക് വരുമ്പോൾ അമ്മ എന്തൊരു ശല്യമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അതൊരു ശീലമാകും. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇവിടുത്തെ അല്ല ഞാൻ ചെയ്യണം അമ്മയുടെ. അവിടെ പിന്നെ അതായത് അവിടെയൊക്കെ ഫാദറിൻ്റെ ഒരു നിർബന്ധം ഇതായിരുന്നു, 7 മണിക്ക് ആണുങ്ങളുണ്ടോ ഇല്ലയോ എന്നൊരു പ്രശ്നമല്ല, അവിടെ കൊന്ത ചെല്ലിക്കണം. അതൊരു നിർബന്ധമായിട്ടും ഒരു തീരുമാനമാണ്. അതെ. അതങ്ങനെ ഒരു നമ്മൾ വലിയൊരു ലാർജ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തമ്മിലൊരു പരസ്പര ധാരണ, വിട്ടുവീഴ്ച മനോഭാവം, അതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ പേരൻസ് പകർന്നു തരുന്ന ആ വിശ്വാസം, ആ ഒരു
ഒരു നമ്മുടെ ഫോർമേറ്റീവ് ഏജസ് കിട്ടുന്നത്. ഇപ്പം നമുക്കൊരു വലിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അന്നേരം തന്നെ പ്രാർത്ഥിക്കും. നമുക്ക് ഒരു വിഷയങ്ങൾ വരുന്നു പ്രത്യേകിച്ച് ആ ഒരു ഇതുണ്ടാകും അന്നേരം. അതൊരു തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ഒരു സ്ട്രെങ്ത്താണ്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ പേരൻസിൽ നിന്ന് കിട്ടുന്നതാണ്. സാർ, ഈ വിശ്വാസം എന്നത് റിലേ റേസിനോട് ഉപമിക്കാറുണ്ട്, ബാറ്റൺ കൈമാറുക എന്ന് പറയുന്നത്. സാറിന് കിട്ടിയ ഈ വിശ്വാസ ചൈതന്യവും പാരമ്പര്യവും മക്കളിലേക്ക് എപ്രകാരം കൊടുക്കാൻ പറ്റി? എനിക്ക് തോന്നുന്നു അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃക കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഫസ്റ്റായിട്ടുള്ളത്. നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ മക്കളും അത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വൈഫിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. അവരും കുട്ടികളെ നന്നായിട്ട് ആദ്യകാലത്ത് ചിലപ്പോൾ നിർബന്ധമായിരിക്കണം, പിന്നീട് അതിലേക്ക് പോകും. പക്ഷേ എന്നും ഞാനൊരു സ്റ്റാൻഡ് എടുത്തിരുന്നതായിരുന്നു. മോന് ഇവിടെ എറണാകുളത്തായിരുന്നു പഠിച്ചിരുന്നത്. അന്നേരം സ്കൂളിൽ പോകുന്നത് ബസ്സിലായിരുന്നു, സ്കൂൾ ബസ്സിലായിരുന്നു. പക്ഷേ കാറ്റഗിസത്തിന് പോകുന്നതിന് കാറ് വിട്ടുകൊടുക്കും. എനിക്ക് ആ ഒരു പോയിൻ്റ് എംഫസൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു അവരിൽ എനിക്കുള്ള നമ്മൾ കാണിക്കുന്ന പ്രയോറിറ്റി ആണല്ലോ അവർ കണ്ടുപഠിക്കുന്നത്. അത് അല്ലെങ്കിൽ ആൾ സ്കൂൾ ബസ്സിലാണ് തീരെ ഈ 1ാം ക്ലാസ് കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് മാത്രം ഞായറാഴ്ച കാറ്റഗിസത്തിന് കാറ് വിടും. നമ്മുടെ ഒരു പ്രയോറിറ്റി അവരിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മോളുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അത് അവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് കൂടുതലും വൈഫാണ് വെച്ചാൽ ഞാൻ അത്രയും ബിസി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ആകെ മാതൃകയാണ് നമ്മൾ കാണിക്കുന്നത്. സാറേ, നമുക്ക് വീണ്ടും ആ കരിയർ ഗ്രാഫിലേക്കൊന്ന് തിരിച്ചു പോയാലോ? സാർ അതിനുശേഷം ഔഷധി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ, കേരള ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ സാരഥിയായി. ആ ഔഷധിയിലിരിക്കുമ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ചില ഇന്നൊവേഷൻസും ഔഷധിയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ സാറിന് സാധിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് തൃശ്ശൂർ ട്രെയിനി ആയിട്ടും അതിനുശേഷം മോജോർ സബ് കളക്ടറായിരുന്നു. അതിനുശേഷമാണ് ഈ ഔഷധി എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ പോയത്. അവിടെ ഏതാണ്ട് 3 വർഷം തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലായിരുന്നു അന്ന്. എനിക്ക് തന്നൊരു ഓപ്ഷൻ ഇതാണ്, ഒന്നെങ്കിൽ അത് പൂട്ടിക്കൊണ്ട് പോരുക അല്ലെങ്കിൽ നന്നാക്കുക. ഞാനും വളരെ ചെറുപ്പമായിരുന്നു, വെറും 4 കൊല്ലം സർവീസുള്ള ഒരാളാണ്. വലിയ സ്ഥാപനത്തിന് മാനേജിങ് ഡയറക്ടറായിട്ട് വന്നു. ഇപ്പം നമ്മുടെ സ്വന്തം സ്വത്താണെങ്കിൽ പോലും നമ്മളതിൻ്റെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ അച്ഛനമ്മമാരാക്കില്ല. അന്നേരം ആ ഒരു വലിയൊരു ലക്ക് കിട്ടിയതാണ്. പക്ഷെ അത് വളരെയധികം നന്നാക്കാൻ സാധിച്ചു. ഞാനൊരു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് തന്നെ ഈ ഔഷധി എന്ന് പറയുന്ന സ്ഥാപനത്തിന്. അതിൻ്റെ പുതിയൊരു ഫാക്ടറി പണിയാൻ സാധിച്ചു. വളരെയധികം നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ മേടിക്കുക, സമയത്ത് വാങ്ങിക്കുക, പണം നേരാമണ്ണം കൊടുക്കുക, അതൊക്കെ പഠിച്ചു നമ്മൾ. അതൊക്കെ നമ്മുടെ ഒരു ഇന്നേറ്റ് ടാലൻ്റ് ഉണ്ടായിരിക്കാം. അത് അവിടെ നിന്നാണ് ഞാൻ തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ സ്റ്റൈലിലേക്കും എനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ആലപ്പുഴ കളക്ടറായിരുന്നു നേരത്തെ, പാർക്കിൻ്റെ കാര്യം പറഞ്ഞത്. അതിനുശേഷമാണ് എറണാകുളം കളക്ടറായിട്ട് വന്നതും. പിന്നെ എയർപോർട്ടുമായിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ആയുർവേദത്തിനൊരു വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇത് കേരളത്തിൻ്റെ തന്നെ തനതായ ഒരു പ്രസ്ഥാനമാണ് ആയുർവേദം. തീർച്ചയായിട്ടും ഇന്ന് പ്രത്യേകിച്ച് നേച്ചറിലേക്ക് തിരിഞ്ഞു പോകുന്നെന്നുള്ള ജനത്തിൻ്റെ ഒരു ഇത് കാരണം ആയുർവേദ മരുന്നുകൾക്കൊരു പ്രസക്തിയുണ്ട്, ആയുർവേദ ചികിത്സയ്ക്കുണ്ട്. പക്ഷെ അതിന് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയുർവേദത്തിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതാണ്. പിന്നെ ഹൈലി എക്സ്പെൻസീവാണ്. ഇപ്പം നമ്മൾ അലോപ്പത്തിക് മെഡിസിനായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഹൈലി എക്സ്പെൻസീവ്. അതായത് ഈ 2 മേഖലയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ ആയുർവേദത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ചോദിക്കാൻ കാര്യമാണ്, ദൈവം തന്ന ഏറ്റവും വലിയൊരു നിധിയാണ് നമുക്ക് ഈ പ്രകൃതി വിഭവം. അതെ 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 പ്രകൃതി വിഭവങ്ങൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയുർവേദത്തെ ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിച്ചത്. പക്ഷേ ആയുർവേദം നീഡ്സ് എ ലിറ്റിൽ മോർ ഓഫ് എനിക്കൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും കൂടെ. പിന്നെ തീർച്ചയായിട്ടും വേണം. ഇപ്പം ആയുർവേദത്തിൽ ചിലർ പെട്ടെന്ന് റിസൾട്ട് എടുക്കാനായിട്ട് ചില അലോപ്പതി മരുന്നുകൾ ചേർക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഇതെല്ലാം കെമിക്കൽസിൻ്റെ ഒരു കോമ്പിനേഷനാണല്ലോ. നമ്മൾ എന്ത് ആയുർവേദം എന്ന് പറഞ്ഞാലും
ഇറ്റ്സ് ഒത്തിരി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ട ഒത്തിരിയും വേണ്ട ഒരു ഫീൽഡാണ്, ഒത്തിരിയും വേണ്ട ഒരു ഫീൽഡ്. സാറേ, നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകാം. ഞങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരെ എന്നും കുറ്റപ്പെടുത്തുന്ന ഇവിടുത്തെ റോഡുകളെയാണ്. സാറ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഈ ഒരു സീപോർട്ട് എയർപോർട്ട് റോഡൊക്കെ സാറിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണെന്നൊക്കെ പറയാം. എന്താണ് കേരളത്തിലെ റോഡുമായിട്ട് ബന്ധപ്പെട്ട വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തടസ്സങ്ങളും അതിനെ നമുക്ക് എവിടെ വരെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും? ഞാൻ ഒരൊറ്റ സെൻറ്റൻസിൽ പറയാം, എല്ലാവർക്കും നല്ല റോഡ് വേണം, പക്ഷേ അയൽക്കാരൻ്റെ സ്ഥലത്തൂടെ വേണം. അയൽക്കാരൻ്റെ സ്ഥലത്തൂടെ വേണം. ഇതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം. അതായത് എന്തുകൊണ്ട് നല്ല റോഡ് വേണ്ട, എന്തുകൊണ്ട് നല്ല റോഡ് ഗവൺമെൻറ് പണിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒക്കെ വേണം, ഞാൻ എൻ്റെ സ്ഥലം വിട്ടു തരില്ല, അത് അയൽക്കാരൻ്റെ അടുത്ത് നിന്ന് എടുത്തോണം. ഇതെല്ലാവരും ഇതാണ് ചിന്തിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു മേജർ ലാൻഡ് കിട്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ തടസ്സം. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണ് റോഡ്സിൻ്റെ ഒരു പ്രശ്നം. കാരണം ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ് ചില ദിവസങ്ങൾ നല്ല രീതിയിൽ കാണും, 6 മാസം കഴിയുമ്പോഴത്തേക്ക് പോകുന്നു. അത് അതിൻ്റെ കൺസ്ട്രക്ഷനിലെ പ്രശ്നമുണ്ട്, 2 അതിൻ്റെ കോമ്പിനേഷൻ്റെ പ്രശ്നമുണ്ട്. അത് എനിക്കൊന്ന് കുറേ കൂടെ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ഫീൽഡാണ് ഗവൺമെൻറ്. സാർ എത്ര വർഷം ഇരുന്നു ആ ഒരു ഞങ്ങൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ഫോക്കസ് റെയിൽവേ മേൽപ്പാലം പണിയാന്നുള്ളതായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്ക് 5 റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. ഇതൊരൊറ്റ റെയിൽവേ ഗേറ്റ് ഇല്ല, എല്ലായിടത്തൂടെ മേൽപ്പാലം പണിതു. അതൊക്കെ ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ചെയ്തതാണ്. തൃപ്പൂണിത്തറയിൽ, കളമശ്ശേരി, ഈ കാണുന്ന റെയിൽവേ മേൽപ്പാലത്തിലായിരുന്നു ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ ഫസ്റ്റ് ഫോക്കസ്. രണ്ടാമത്തെ ഫോക്കസ് ആയിരുന്നു എയർപോർട്ട് സീപോർട്ട് റോഡ്. ഞാനതൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് അതിൽ വലിയൊരു കോൺസെൻട്രേഷൻ ചെയ്തില്ല. പക്ഷേ അന്ന് നമ്മൾ എൻവിസേജ് ചെയ്തൊരു മേജർ പ്രോജക്റ്റ് ആയിരുന്നു ഈ എക്സ്പ്രസ് ഹൈവേ. അന്നൊക്കെ നമ്മൾ യാഥാർത്ഥ്യമായിട്ടില്ലല്ലോ, ഒന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, എന്തിനേയും പ്രോജക്റ്റ് വരുമ്പോൾ അതിനെ എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു വ്യഗ്രത. 2, അതെങ്ങനെ പരാജയപ്പെടുമെന്ന് നമ്മൾ എത്ര അനാലിസിസാണ് നമ്മൾ ടി വി കാണുന്നത്. എങ്ങനെ വിജയിക്കും എന്നതിനേക്കാളേറെ എങ്ങനെ പരാജയപ്പെടും എന്നുള്ളത്, ഇതാണ് നമ്മുടെ ഒരു ബേസിക് പ്രോബ്ലം വന്നിരിക്കുന്നത്. അന്നേരം ആ ഒരു പിന്നെ മെൻ്റൽ പൊസിഷനിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. അതാണ് നമുക്ക് റോഡിലുണ്ടായി സ്ഥിതി മാറണം അല്ലേ? സാറേ, നമുക്ക് സ്പൈസസ് ബോർഡിലേക്ക് വരാം. സാറ് കടന്നുപോയ എല്ലാ മേഖലകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. സ്പൈസസ് ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താ പറയുക, ഇതൊരു എക്സ്പോർട്ടിംഗ് സെക്ടറിൻ്റെ ഒരു വളർച്ച സാറ് കണ്ടെത്തിയതെന്നും വിചാരിക്കുന്നു. സ്പൈസസ് ബോർഡിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു സാറിന്? ഈ സ്പൈസ് ബോർഡിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എല്ലാവരും, ഇപ്പം ഞാനെന്ന് പറഞ്ഞ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ പറയില്ല, ആ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു 2006 തൊട്ട് 2011 വരെയുള്ള ഞങ്ങളാണ് ആദ്യമായിട്ട് സ്പൈസ് ബോർഡ് ഇലക്ട്രോണിക് ഓപ്ഷൻ കൊണ്ടുവന്നത്. അതായത് നേരത്തെ ഇങ്ങനെ ബഹളം വെച്ച് ലേലം ചെയ്യുന്നിടത്ത് മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ഒരു ട്രാൻസ്പെറൻസി കൊണ്ടിരുന്നു. ഈ ഓപ്ഷൻ കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ഈ ഏലക്കായ്ക്ക് കാർഡമത്തിന് വേണ്ടി. അതിനുശേഷം ഞങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ പോർട്ടുകളിലും ലാബ്സ് കൊണ്ടുവന്നു. അതായത് പോകുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പൈസസ് പാർക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതായത് ഇപ്പം ഗുണ്ടൂരാണെങ്കിൽ ഇന്ന് ചില്ലീസിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ്. അവിടെ നമ്മളൊരു 100-150 ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ ടെസ്റ്റിങ് ലാബ് കൊണ്ടുവന്നു. നമ്മൾ അവിടെ കോമൺ ഫെസിലിറ്റീസ്, ക്ലീനിങ്, സോർട്ടിങ്, ഗ്രേഡിങ്ങിൻ്റെ ഒക്കെ സംവിധാനമാണ്. അന്നേരം ഫാർമർക്ക് നല്ല വില കിട്ടുകയും എക്സ്പോർട്ടർക്ക് നല്ല ക്വാളിറ്റി സാധനം കിട്ടുക. അങ്ങനെ അതായിരുന്നു എൻ്റെ. ഞങ്ങളൊരു 8 തൊട്ട് 10 നമുക്ക് ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റി. നമുക്ക് കൃഷിയിലേക്ക് വരാം. സാറ് ഫാമിംഗ് പറഞ്ഞതുകൊണ്ടാണ്. സാറൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. സാറിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ഫാദർ ഈ വക്കീൽ ജോലിയോട് കൂടെ കൃഷിയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു പുത്തൻകായൽ, കൈപ്പഴ വെച്ചൊരു കായൽ എന്ന് പറയുന്ന ഒരു 800 ഏക്കർ സ്ഥലം ഫാദറും മറ്റു 8 പേരും കൂടെ കൂടി കായൽ കുത്തിയെടുത്താണ് 1957. പുള്ളിക്ക് വക്കീൽ പണിയോടൊപ്പം തന്നെ കൃഷിയിലും ഭയങ്കര താല്പര്യമായിരുന്നു.
ഞാനൊക്കെ എനിക്ക് 1-ാം ക്ലാസ് തൊട്ട് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ച ഒരാളാണ്. പക്ഷെ അവധിക്ക് വിടുമ്പോൾ ഞാനൊരു 12 വയസ്സുള്ളപ്പോൾ തൊട്ടിട്ട് ഇപ്പോഴും ഞാൻ അതിപ്പോൾ എൻ്റെ വീതമായിട്ടാണ് ആ സ്ഥലത്ത് എന്നെ വിടുമായിരുന്നു. ബോട്ടയിൽ വിടുമായിരുന്നു. ഭയങ്കര ധൈര്യമായിരുന്നു. മക്കളെയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോഴും രാവിലെ എണീറ്റ് തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരു ആമ്പിള്ളേരെ കൊടുത്തു കൊണ്ട് നടക്കും. എങ്ങനെയാണ് റബ്ബർ വെട്ടുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നല്ല ഇതിൻ്റെ അകത്ത് ടാലൻറ്റഡാണ്. അത് കാരണം എനിക്കും കൃഷിയിൽ താല്പര്യം പിതാവിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇതാണ്. ഇപ്പോഴും ഞാൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമയം കണ്ടെത്തുന്ന കൃഷിക്ക് ഇപ്പം ഈ ജോലിയിൽ വന്നിട്ടായത് ഞാൻ കൂടുതൽ സമയം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാണ് ഉള്ളത്. സാധാരണയായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമേ കൊച്ചിനെ എയർപോർട്ടിൽ കാണുള്ളൂ. ബാക്കിയുള്ള ദിവസം തിരുവനന്തപുരത്താണ്. അന്നേരം ഒട്ടും സമയം കിട്ടില്ല. അല്ലെങ്കിൽ സ്പൈസ് ബോർഡിലൊക്കെ ഇരുന്ന സമയത്ത് ധാരാളം സമയം കിട്ടും. ശനി ഞായറും അവധിയാണല്ലോ, അന്നേരം നമുക്ക് സമയം കിട്ടും. കൃഷി ഇപ്പോഴും അവിടെ മാനേജർമാരുണ്ട്. കൃഷിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാണ് കേരളത്തിൻ്റെ ഒരു വലിയ അല്ലേ. ആ കൃഷിയിൽ പുറകോട്ട് പോയെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഈ ലേബറേഴ്സിൻ്റെ കുറവ്, പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയൊരു വരുമാനം കിട്ടണില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ പൊതുവേ ഞങ്ങൾ തെങ്ങും വാഴയും കൊക്കയാണ് ഞാൻ പൊതുവായിട്ട് ഇപ്പോൾ ഈ കുമരകത്തുള്ള സ്ഥലത്തും ഈ 6 ബ്ലോക്കിലുള്ള സ്ഥലത്തും ഒക്കെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തെങ്ങിലാണ്. തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ ഇപ്പം വളരെ ലാഭകരമായിട്ട് മാറിയിട്ടുണ്ട്. കുരുമുളകിന് വീണ്ടും വില കൂടിയിട്ടുണ്ട്. പക്ഷെ വാഴക്കൃഷിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായ നമ്മൾ ചെയ്യും. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനൊരു 30,000 വാഴ ഒന്നിച്ച് കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പം കുറച്ചു, ലേബറേഴ്സിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു. പക്ഷേ ഇന്നും നന്നായിട്ട് കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ മാനേജർമാരുണ്ട്, അതൊക്കെ നമ്മൾ നന്നായി നോക്കുകയും ചെയ്യുന്നു. ഈ ജൈവ കൃഷിയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നൊരു കാഴ്ചപ്പാടായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും കൃഷിക്കാർക്ക് അതിനുള്ള ഒരു ക്ഷമയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം വരിക. കാരണം ആൾക്കാർ പിന്നെ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും നേന്ത്രക്കുല ഏറ്റവും സൈസുള്ളതും വണ്ണമുള്ളതുമാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, അതിൻ്റെ അകത്ത് ആ കൂമ്പ് ഒടിച്ച് കളഞ്ഞിട്ട് യൂറിയ കിട്ടിയിട്ടുണ്ടാവും. അതാണ് തുടിച്ച് നിൽക്കുന്നത്. നമ്മുടെ കൃഷിയാണ്, നമ്മുടെ വാഴ നേന്ത്രക്കായ്ക്ക് വണ്ണം നേരിയ കുറവായിരിക്കും. അന്നേരം ആ ജനത്തിൻ്റെ ഒരു ഡിമാൻഡും ഉണ്ട്, നല്ല ഉരുണ്ട കായായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു വിഷയം. ശ്രീ കുര്യൻ സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പരാമർശിച്ചത്. ഇനി നമുക്ക് കുടുംബത്തിലേക്ക് പോവാം. ഭാര്യ മറിയമ്മ കുര്യൻ തൃശ്ശൂർ അലപ്പാട്ട് കുടുംബാംഗമാണ്. സാറിന് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ പരിയാരം, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. മകൾ എലിസബത്ത് എറണാകുളത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. കുടുംബങ്ങൾ ദൈവം നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് നമുക്ക് പറയാം. നമുക്ക് നല്ല കുടുംബമുണ്ടാകും. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും നല്ല സപ്പോർട്ട് ഭാര്യയാണെന്ന് സാർ നേരത്തെ പറഞ്ഞു വെച്ചു. എങ്ങനെയാണ് കുടുംബത്തിലൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, സ്നേഹവും സന്തോഷവും സഹകരണവും എങ്ങനെയാണ് സാർ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? എനിക്കൊന്ന് നമ്മൾ കംപ്ലീറ്റ് ലോയലായിരിക്കണം നമ്മുടെ സ്പൗസിനോട്. 2 അവരുടെ ഫീലിങ്സും അവരുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ഇതാണ്. ആ പേഴ്സണെ അതായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു വിജയത്തിന് കാരണം. 2, എൻ്റെ വൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റ് ആൾക്ക് തയ്യാറാണ്. എൻ്റെ ഒരു തിരക്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ആളെ അതേപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് പറയാറില്ല. എപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ എനിക്ക് ഇവരേത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നതിൻ്റെ അപ്പുറത്ത് ഒന്നും തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴും വലിയ ഉണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്യുകയും ചെയ്തില്ല. അതൊക്കെ വൈഫാണ് മാനേജ് ചെയ്തിരുന്നത്. ആ ഒരു കുടുംബം മുഴുവൻ തന്നെ ആളും മാനേജ് ചെയ്യുക, ഞാൻ കൂടുതലും ഒഫീഷ്യലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസ് ആയിരുന്നു ഞങ്ങളുടേത്. ഈ മാറി വരുന്ന സാഹചര്യങ്ങളിൽ കുടുംബത്തിന് നിലനിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേഴ്സുകളുടെ എണ്ണം കൂടുന്നു, ലിവിങ് ടുഗദർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നു. ഇങ്ങനെയുള്ള ഈ മാറുന്ന ട്രെൻഡിൻ്റെ ഇടയിൽ നമ്മുടെ കുടുംബ സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്ന് ആദ്യത്തെ കാര്യം
ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വലിയ മിടുക്കരാണ്, ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. അതായത് നമ്മൾ സെൽഫല്ല, ഇത് ഒരു ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ആദ്യം തന്നെ വരണം. 2, നമ്മുടെ ഇഷ്ടത്തിനോടൊപ്പം നമ്മുടെ പാർട്ട്ണർക്കും ഇഷ്ടമുണ്ട്, അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് മ്യൂച്വലായിട്ട് തന്നെത്താൻ അങ്ങ് അത് വരും. അതെ അതെ, വെരി ട്രൂ, വെരി ട്രൂ. എല്ലാത്തിൻ്റെ അതും തലയിടാതെ, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ലിവിങ് ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ അവരുടെ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, അന്നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പഠിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയം. മിസ്സസ് മറിയാമ്മ കുര്യൻ, സാർ ഇത്ര നേരം സംസാരിച്ചപ്പോഴെല്ലാം വൈഫിനെ കുറിച്ച് വളരെ ഹൈലൈറ്റ് ചെയ്താണ് സംസാരിച്ചത്. സാറിൻ്റെ ഏറ്റവും വലിയ അസറ്റ്, ഒരു സപ്പോർട്ട് എല്ലാം മാഡമാണെന്ന് പറഞ്ഞു വെച്ച് നമുക്ക് തിരിച്ച് ഞാൻ ആ ചോദ്യം ഇടട്ടെ. സാറെന്ന ഭർത്താവിനെ ഒന്ന് വിലയിരുത്താമോ? സ്നേഹമുള്ളൊരു ഭർത്താവ് എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. കെയറിങ് ആൻഡ് ലവിങ്. കെയറിങ് ആൻഡ് ലവിങ് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ ഈ സ്നേഹം എന്ന് പറയുന്നത്? അത്ര എക്സ്പ്രസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുറച്ച് സമയമുള്ളെങ്കിലും അത് നല്ല സമയങ്ങൾ തരുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്നത്. ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോഴും നമുക്കൊത്തിരി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ട് സ്ത്രീകൾക്ക്. പിള്ളേരുടെ ഒരു കൊച്ചു വിഷമങ്ങൾ പോലും പറയാൻ ആളില്ല. ഇങ്ങനെയുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഇത്ര സന്തോഷവതിയായിട്ടിരിക്കാൻ സാധിക്കുന്നത്? എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. സമയമില്ല എന്ന് പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ ഫോണിൽ കൂടി ആയാലും എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ കുറേയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ദൈവഭക്തി തന്നെയാണ് അതിനുള്ള ശക്തി തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നതും അതിലൊത്തിരി സഹായമായിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? ക്ഷമിക്കണം എന്നുള്ളത് തന്നെയാണ്. പഴയ രീതിയിൽ തന്നെ ഹസ്ബൻഡ് പറയുന്നതെല്ലാം കേട്ട് ക്ഷമിച്ചും ജീവിക്കാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു 90% ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഭർത്താവിൽ കാണുന്ന ഏറ്റവും നല്ല പോസിറ്റീവ് ക്വാളിറ്റി എന്താണ്? ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. അബദ്ധങ്ങൾ പറ്റിയാലും അത് അബദ്ധം പറ്റിയ ഓക്കെ, നമുക്കത് ശരി, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഒത്തിരി പോസിറ്റീവ് എനർജിയുള്ളൊരു മനുഷ്യനാണ്. ഈ ഒഫീഷ്യൽ ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സാർ പങ്കുവയ്ക്കാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് തരം സപ്പോർട്ടാണ് കൊടുക്കാറ്? പ്രാർത്ഥിക്കുമോ അതോ? പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പറയാം, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് വിഷമിക്കണ്ട, നമ്മൾ ശരി ചെയ്തു എന്നുള്ളൊരു ബോധ്യമെങ്കിലും നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവസാനം നന്മയിലെത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ശരി തന്നെ വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ടെമ്പററി ഡിഫിക്കൽറ്റീസ് ആയിട്ട് അതിനെ ഉൾക്കൊള്ളാൻ മതി എന്ന് വിശ്വസിക്കുന്നു. ആസ് എ ഫാദർ, 2 പിള്ളേരുടെ അപ്പൻ എന്നുള്ള നിലയിൽ സാറിനെ ഒന്ന് വിലയിരുത്താമോ? സ്നേഹമുള്ള അപ്പനാണ്. സ്നേഹമുള്ള അവരെന്ത് ചെയ്താലും അവർക്കറിയാം അവരുടെ അപ്പന് അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഞാനാണെങ്കിലും അവർക്കിഷ്ടം അപ്പനെയാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഒരു പക്ഷേ വഴക്കിടുന്നത് മുഴുവൻ അമ്മയായിരിക്കും. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷമയുള്ള പിതാവാണ്. ക്ഷമയുള്ള അപ്പനാണ്. ഒരപ്പന് വേണ്ട അടിസ്ഥാന ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ ജീവിതം ഒന്ന് പറയാമോ? കുടുംബ പ്രാർത്ഥന അതൊക്കെ. കുടുംബ പ്രാർത്ഥന ഫുൾ പ്രെയർ നടക്കുന്ന സമയത്ത് ഒരിക്കലും കുരിശിന് ഓഫീസിൽ നിന്ന് എത്താറില്ല. അത് പക്ഷെ ഞങ്ങൾ ചെല്ലും. അത് ചെല്ലണമെന്ന് നല്ല നിർബന്ധവും. എത്ര മണിക്കാണ് ചെല്ലുന്നത്? ഇപ്പോൾ ഞാൻ ശാലോം ടി വിയിൽ 7 മണിയുടെ കൊന്തയാണ് സാധാരണ കൂടെ ചെല്ലുന്നത്. മക്കളും കൂടെ ചേരും. മക്കളും കൂടെ. മക്കളുടെ ഒരു വിശ്വാസ രൂപീകരണത്തിൽ, പ്രത്യേകിച്ച് കാറ്റഗിസം ക്ലാസ്സിൽ വിടുന്ന കാര്യത്തിലൊക്കെ അമ്മ എന്നുള്ള നിലയിൽ മറിയമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കാറ്റഗിസം ക്ലാസ്സിലൊക്കെ എല്ലാം വിട്ടിട്ടുണ്ട് 2 പേരെയും. പിന്നെ അങ്ങനെ അതിനെക്കുറിച്ച് അത്രയൊരു എതിർപ്പൊന്നുമുള്ള മക്കളല്ലായിരുന്നു. ഫാദർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവർ തന്നെ അവരുടെ ചുമതലകൾ ചെയ്തിരുന്നു എപ്പോഴും. അതിനുവേണ്ടി ഒരു കമ്പൽഷനൊന്നും ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോളോടൊന്ന് ചോദിക്കട്ടെ എലിസബത്ത്. അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചനാണ് വിളിക്കുന്നത്? അപ്പ പറഞ്ഞു, അപ്പ സാധിക്കുമ്പോഴെല്ലാം എറണാകുളത്തുണ്ടെ പള്ളി പോയിരിക്കുമെന്ന് പറഞ്ഞു.
അത് എലിസബത്തിൽ അതിന് വല്ല സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടോ? അപ്പൻ്റെ അത്രയും പള്ളി പോയില്ലെങ്കിലും മാക്സിമം ഞാനും ശ്രമിക്കാറുണ്ട് പള്ളിയിൽ പോകാൻ. അപ്പനെ ഒന്ന് വിലയിരുത്തുവാണെങ്കിലേ എലിസബത്തിന് ഒറ്റ സെൻറ്റൻസിൽ എൻ്റെ അപ്പൻ ഒരു സെൻറ്റൻസിലൊന്നും പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എനിക്ക് എൻ്റെ അപ്പൻ സൂപ്പർമാനിന് തുല്യമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. പ്രൊഫഷണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ എലിസബത്ത് ഇപ്പം മെഡിസിനാണ് പഠിക്കുന്നത്. അപ്പൻ ഗവൺമെൻറ്റിനുള്ള ലോയൽറ്റിയെക്കുറിച്ച് ഒത്തിരി അധികം സംസാരിച്ച് സർക്കാരിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ. ആഫ്റ്റർ മെഡിസിൻ വാട്ട്സ് യുവർ പ്ലാൻ ടു സെർവ് ഇന്ത്യ ഓർ? അല്ല, അപ്പം പറഞ്ഞ പോലെ തന്നെ ചെറുതിലെ തന്നെ അപ്പൻ ഞങ്ങളൊരു പാട്രിയോട്ടിസം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ പുറത്ത് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എഫക്റ്റീവ് പേരൻറ്റിങ് എന്നുള്ളത്, മക്കളെ വളർത്തുക എന്നുള്ളത്. ഈ ട്രെൻഡിനനുസരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡും വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മക്കളെ എങ്ങനെ നല്ലവരാക്കി വളർത്താൻ പറ്റും? എനിക്ക് തോന്നുന്നു, ഒന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. പിന്നെ അവർക്കത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ അത് ഫീൽ ചെയ്യും, ജീസസ് ടച്ചസ് യു എന്നുള്ള ആ ഒരു തോന്നൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. അത് സംശയമില്ലാത്ത കാര്യം. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതം തന്നെ അതായിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു എല്ലാം ലൗകികമായിട്ടുള്ളത് മാത്രത്തേക്ക് ചിന്തിച്ച് അച്ചീവ്മെൻറ്റ്സിനെ പറ്റി മാത്രം പറയാതെ ഒരു സർവീസ് മെൻറ്റാലിറ്റി നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മക്കളും അതേ രീതിയിൽ വരും എന്നുള്ളതാണ്. അതായത് ആത്യന്തികമായിട്ട് പണം ഉണ്ടാക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് അല്ല എന്ന് മക്കളിലേക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആവശ്യമുള്ളത്. മക്കളുടെ മുമ്പിലെ ചലഞ്ചസ്, അവർ നേരിടുന്ന ചില ചലഞ്ചസ്, ക്രൈസിസ് അല്ലെങ്കിൽ സഫറിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഏത് രീതിയിലാണ് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും. പിന്നെ ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. ഫൈറ്റ് ബാക്ക് അതായത് ഏതൊരു സാഹചര്യത്തിലും ദർ ഇസ് നത്തിങ് കോൾ ഇമ്പോസിബിൾ എന്നുള്ള ആ ഒരു 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 ഇംപ്രഷൻ അവർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഫൈറ്റ് ചെയ്യണം. നമ്മളൊരു എയിം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ രണ്ടും ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പോൾ ശാലോം ടി വിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ജീസസ് CEO എന്ന പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിനും നല്ല ഉത്കൃഷ്ടമായ ചിന്തകൾ ഞങ്ങളുടെ വ്യൂവേഴ്സിനുമായിട്ട് പങ്കുവച്ചതിനും ശാലോം ടി വിയുടെ നാമത്തിൽ നന്ദി പറയും. താങ്ക് യു. ജീസസ് ദ CEO നിങ്ങൾക്കൊരു പ്രചോദനമാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രത്യേകിച്ച് നമ്മുടെ കർമ്മരംഗത്ത് ഒരു ചുവടുവയ്പ് കൂടി ആത്മാർത്ഥമായിട്ട് വയ്ക്കുവാൻ, നമ്മുടെ കർമ്മ മണ്ഡലം കുറച്ചുകൂടി ഫലപ്രദമാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.